ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സെറ്റ് എക്സാമിന്, അതുപോലെ നെറ്റ് എക്സാമിന്, ഗേറ്റ് എക്സാമിന്, എല്ലാ എക്സാമിനും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ജനറൽ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഷോർട്ട് കട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഈ ഇക്വേഷൻസ് മാത്രം ഓർത്ത് വെച്ചാൽ മതി, ഏത് ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ബേസിക് ടു കോംപ്ലക്സ് ആയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ബേസിക് ആയിട്ട് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ് നോക്കാം. പ്രൈം നമ്പേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, 2, 3, 5, 7, 11 അതൊക്കെയാണ്. ഇനി നമുക്ക് ഒരു പ്രൈം നമ്പർ എങ്ങനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ n square greater than given number. Test divisibility given number by prime number less than n. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് 571 പ്രൈം നമ്പർ ആണോ അല്ലേന്ന് നമുക്ക് ഇപ്പോൾ അറിയാം. 2, 3, 5, 7 അതൊക്കെ പ്രൈം നമ്പർ ആണെന്ന്. പക്ഷേ ഇങ്ങനെ ഒരു വലിയൊരു സംഖ്യ തന്നത് അത് പ്രൈം നമ്പർ ആണോ അല്ലേന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതിന് 571 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പറാണ് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുക, 24 ആയിട്ട് എടുക്കുക. അതായത് നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ n സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 576 കിട്ടുന്നുണ്ട്. 571 അതിൽ കൂടുതലോ ആയിട്ടുള്ള അപ്രോക്സിമേറ്റ് വാല്യൂവിൻ്റെ സ്ക്വയറാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ n = 24 എടുക്കുമ്പോൾ 24 സ്ക്വയർ എന്ന് പറയുന്നത് 576 ആണ്. അപ്പോൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത് ലെസ് ദാൻ 24. ഈ 24ൻ്റെ കീഴിലുള്ള പ്രൈം നമ്പേഴ്സ് നോക്കുക. 2, 3, 5, 7, 11, 13, 17, 19, 23 ഇതൊക്കെയാണ് 24ൻ്റെ താഴെയുള്ള പ്രൈം നമ്പേഴ്സ്. അപ്പം നമുക്ക് എന്താ ചെയ്യാം, 571 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ ദീസ് നമ്പേഴ്സ്. ഈ നമ്പേഴ്സ് കൊണ്ട് നമുക്ക് ഈ 24ൻ്റെ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് കൊണ്ട് 571 ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് 571 എന്തല്ല, പ്രൈം നമ്പർ അല്ല. ഇങ്ങനെയാണ് നമ്മൾ പ്രൈം നമ്പർ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ഗ്രേറ്റർ ദാൻ 1 വിച്ച് ആർ നോട്ട് പ്രൈം നമ്പർ. 1 ഈസ് നോട്ട് പ്രൈം നമ്പർ ആൻഡ് നോട്ട് കോമ്പോസിറ്റ് നമ്പർ. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഒരു പെർഫെക്റ്റ് നമ്പർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഓഡ് ഓൾ ഫാക്ടേഴ്സ് ലെസ് ദാൻ ദാറ്റ് നമ്പർ വിൽ ഗീവ് ദാറ്റ് നമ്പർ. അതായത് നമ്മൾ എക്സാമ്പിൾ 28 ആണ് എടുത്തിട്ടുള്ളത്. 28ൻ്റെ എല്ലാ ഫാക്ടേഴ്സും എടുക്കുക. ആഡ് ഓൾ ഫാക്ടേഴ്സ് ലെസ് ദാൻ ദാറ്റ് നമ്പർ. ആ നമ്പറിൻ്റെ താഴെയുള്ള എല്ലാ ഫാക്ടേഴ്സും എടുത്തിട്ട് അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ നമ്പർ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു പെർഫെക്റ്റ് നമ്പറാണ്. നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെറ്റ് എക്സാമിനും സെറ്റ് എക്സാമിനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എങ്ങനെയായാലും ഒരു ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് വരുന്നൊരു സെക്ഷനാണ് പെർഫെക്റ്റ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9 നമുക്ക് അറിയുന്ന നമ്പേഴ്സാണ്. അതിൽ നമ്മൾ ഓർത്ത് വയ്ക്കാൻ ഈസി ആയിട്ടുള്ള രീതിക്കാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഈസി ആയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് കറക്റ്റായി മനസ്സിലാക്കിയാൽ നമുക്ക് ഏതും പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഒരു പെർഫെക്റ്റ് സ്ക്വയറും 2, 3, 7, 8 ഇതിൽ എൻഡ് ചെയ്യത്തില്ല. അതായത് നമുക്കിപ്പോൾ ഒരു നമ്പർ തരിക, അതിൻ്റെ എൻഡ് നമ്പർ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക. അത് 2 ആണോ 3 ആണോ 7 ആണോ 8 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ ആണെങ്കിൽ അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല നമുക്ക് ഉറപ്പായിട്ടും പറയാം. ഇനി യൂണിറ്റ് ഡിജിറ്റ് 0, 1. അതായത് ഇനി യൂണിറ്റ് ഡിജിറ്റിൻ്റെ ഭാഗത്ത് 0, 1, 4, 5, 6, 9
ഇതിലേതെങ്കിലും ഒരു ഭാഗം ആണ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ 10 ഡിജിറ്റ് നോക്കുക. അതായത് യൂണിറ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ അതിൻ്റെ 10 ഡിജിറ്റ് 0 തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. യൂണിറ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ അതിൻ്റെ 10 ഡിജിറ്റ് ഈവൻ ആയിരിക്കണം, എന്നാൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതുപോലെ യൂണിറ്റ് ഡിജിറ്റിൽ 4 ആണ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 10 ഡിജിറ്റ് നോക്കുക. അത് ഈവൻ ആണെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഈ 5 ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 5 ആണെങ്കിൽ അതിൻ്റെ 10 ഡിജിറ്റ് 2 ആണെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഈ യൂണിറ്റ് ഡിജിറ്റ് 6 ആണ്, 10 ഡിജിറ്റ് ഓഡാണെന്നുണ്ടെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഈ യൂണിറ്റ് ഡിജിറ്റ് 9 ആണ്, അപ്പോൾ അതിൻ്റെ 10 ഡിജിറ്റ് നോക്കുക. അത് ഈവൻ ആണ്, എന്നാൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇനിയിപ്പോൾ വേറൊരു മെത്തേഡ്, ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വേറൊരു എക്സാമ്പിൾ കാണാമെന്ന് പറയുന്നത് 36. അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് നമുക്കറിയാം. അപ്പോൾ അതിനെ വെക്കുക. നമുക്ക് അറിയുന്ന വെച്ചിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 36നെ അതിൻ്റെ പ്രൈം നമ്പേഴ്സ് ഇട്ട് അത് അവസാനിക്കുന്ന വരെ ഡിവൈഡ് ചെയ്യുക. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. അപ്പോൾ 3 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ ആണ് കിട്ടുന്നത്. അങ്ങനെയാണ് 36 കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ 3 സ്ക്വയർ 2 സ്ക്വയർ രണ്ടും സെയിം ആണ്. സ്ക്വയർ 2 ആണ്, അതുകൊണ്ട് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇനി ഒരുപാട് ക്ലാസ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ മോർ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത ക്ലാസ്സിൽ കാണാം.